Hi, today I'm going to take the session constructors in derived class. When we create an object of a class, the default constructor of that class is invoked automatically to initialize the member of that class. If we inherit a class from another class and create an object of the derived class, then the default constructor of the base class will be invoked in the inheritance order before invoking the default constructor of a derived class. അതായത് ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രക്ടർ ബേസ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്തതിന് ശേഷമാണ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യുക. That is, the order of invocation is that the base class default constructor will be invoked first and then the derived class default constructor will be invoked. Derived class എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിൻ്റെ അതായത് സൂപ്പർ ക്ലാസ്സിൻ്റെ സം പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവോക്ക് ചെയ്യുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ബേസ് ക്ലാസ്സിൻ്റെതാണ് ഇൻവോക്ക് ചെയ്യുക. Take one example. Order of constructor call for multiple inheritance. For multiple inheritance, order of constructor call is the base class constructor are called in the order of inheritance and then the derived class constructor. ഇവിടെ ഫസ്റ്റ് ക്ലാസ് സി ഉണ്ട്, അതെന്ന് പറയുന്നത് സൂപ്പർ ബേസ് ക്ലാസ് ആണ്. ദെൻ ക്ലാസ് ബി ഇറ്റ്സ് എ ഇന്റർമീഡിയറ്ററി ക്ലാസ് ആൻഡ് ദെൻ ക്ലാസ് എ ഇറ്റ്സ് എ ഡിറൈവ്ഡ് ക്ലാസ്. ക്ലാസ് സി എന്ന് പറയുന്നത് ബേസ് ക്ലാസ്, ബി എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്ററി ക്ലാസ് ആൻഡ് എ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ ഓർഡർ ഓഫ് കൺസ്ട്രക്ടർ കോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ് എന് ഡിറൈവ്ഡ് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ എ ഒരു ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു നെയിം കൊടുക്കുക, സ്മോൾ ലെറ്റർ എ അങ്ങനെ എന്തോ കൊടുത്തു കഴിഞ്ഞ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇൻവോക്ക് ചെയ്യുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓഫ് ബേസ് ക്ലാസ്, അതായത് ക്ലാസ് സിൻ്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെയാണ് ഫസ്റ്റ് കോൾ ചെയ്യുക. അതായത് ക്ലാസ് സിൻ്റെ കൺസ്ട്രക്ടർ ഫസ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ക്ലാസ് ബിൻ്റെ കൺസ്ട്രക്ടർ, അതിനുശേഷം ലാസ്റ്റാണ് ഡിറൈവ്ഡ് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ. ഓക്കെ, പക്ഷേ in case of destructors are called in the opposite order of constructor call. അതായത് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്ട്രക്ടർ കോൾ ചെയ്യുന്നത്. കൺസ്ട്രക്ടറിലാണെങ്കിൽ ക്ലാസ് എയിൽ നിന്ന് പബ്ലിക്കലി ക്ലാസ് ബി ഡിറൈവ് ചെയ്തു, അപ്പോൾ എയിലുള്ള മെമ്പേഴ്സ് ക്യാൻ ബി യൂട്ടിലൈസ് ഇൻ ബി. ഓക്കെ, ഓർഡർ ഓഫ് ഡിസ്ട്രക്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറാണ് ഫസ്റ്റ് കോൾ ചെയ്യുക. അപ്പോൾ എൻ്റെ കൺസ്ട്രക്ടർ ക്ലാസ് എൻ്റെ ഡിസ്ട്രക്ടറിൻ്റെ കേസിൽ ക്ലാസ് എൻ്റെ ഡിസ്ട്രക്ടർ ഫസ്റ്റ് കോൾ ചെയ്യും, ദെൻ ആഫ്റ്റർ ദാറ്റ് ബീൻ്റെ ഡിസ്ട്രക്ടർ കോൾ ചെയ്യും, എന്നിട്ട് അതിന് ശേഷമാണ് ക്ലാസ് സിൻ്റെ ഡിസ്ട്രക്ടർ കോൾ ചെയ്യുന്നത്. കൺസ്ട്രക്ടറിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവോക്ക് ചെയ്യുന്നത് ബേസ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറാണ്. പക്ഷെ ഇൻ കേസ് ഓഫ് ഡിസ്ട്രക്ടറിൽ ഒരു ഡിസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ക്ലാസ് എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രക്ടർ കോൾ ആക്കുമ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഡിസ്ട്രക്ടറാണ് ഫസ്റ്റ് കോൾ ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് ഇന്റർമീഡിയറ്ററി, പിന്നെ അതിന് ശേഷമാണ് ബേസ് ക്ലാസ്സിൻ്റെ ഡിസ്ട്രക്ടർ കോൾ ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുക. C++ പ്രോഗ്രാം ടു ഷോ ദ ഓർഡർ ഓഫ് കൺസ്ട്രക്ടർ കോൾ ഇൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. എങ്ങനെയാണ് കൺസ്ട്രക്ടർ കോളിൻ്റെ ഓർഡർ നോക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് ക്ലാസ് പാരൻറ്റ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബേസ് ക്ലാസ് ആണ്. എന്നിട്ട് അതിൽ പാരൻറ്റ് 1 ഓഫ്, അതായത് ഒരു കൺസ്ട്രക്ടർ ബേസ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ. ഓക്കെ, എന്നിട്ട് അതിലൊരു മെസ്സേജ് കൊടുത്തു സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസൈഡ് ഫസ്റ്റ് ബേസ് ക്ലാസ്. അതിന് ശേഷം സെക്കൻഡ് ബേസ് ക്ലാസ് ആണ് ക്ലാസ് പാരൻറ്റ് 2, അതിൻ്റെ കൺസ്ട്രക്ടറാണ് പാരൻറ്റ് 2 ഓഫ്, അതിലൊരു മെസ്സേജ് കൊടുത്തു ഇൻസൈഡ് സെക്കൻഡ് ബേസ് ക്ലാസ്. നെക്സ്റ്റ് ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് പാരൻറ്റ് 1നെയും പാരൻറ്റ് 2നെയും.
അതായത് ഫസ്റ്റ് ബേസ് ക്ലാസ്സിനെയും സെക്കൻഡ് ബേസ് ക്ലാസ്സിനെയും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് ഡിറൈവ്ഡ് ക്ലാസ് ആയ ക്ലാസ് ചൈൽഡ്. അതിൻ്റെ ഡിസ്ട്രക്ടറാണ് കൺസ്ട്രക്ടറാണ് ചൈൽഡ് ഓഫ്. എന്നിട്ട് അതിലൊരു മെസ്സേജ് സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഇൻസൈഡ് ചൈൽഡ് ക്ലാസ്. ഇനി മെയിൻ ഫംഗ്ഷനിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ. ഇവിടെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ചൈൽഡ് ആണ്. സോ അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ചൈൽഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്ലാസ് നെയിമിൻ്റെ സെയിം നെയിം വെച്ചിട്ട് തന്നെയാണ്. ഫസ്റ്റ് ക്ലാസ് നെയിം കൊടുക്കൂ, ക്ലാസ് നെയിമിയുടെ ചൈൽഡ് ആണ്, ആ ഒരു നെയിം കൊടുത്തു, എന്നിട്ടൊരു ഒബ്ജക്റ്റ് നെയിം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ OBJ1 ആണ് ഒബ്ജക്റ്റ് നെയിം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ടറിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കോൾ ചെയ്യുന്നത് ഫസ്റ്റ് ബേസ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ആയിരിക്കും. എന്നിട്ട് അതിനുശേഷം കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്ററി, അതായത് സെക്കൻഡ് ബേസ് ക്ലാസ്. ആഫ്റ്റർ ദാറ്റ് ആണ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഇത്, അതായത് പാരന്റ് 1 എന്ന് പറഞ്ഞ കൺസ്ട്രക്ടറാണ് ഫസ്റ്റ് കോൾ ചെയ്യുക. അപ്പോൾ ഇൻസൈഡ് ഫസ്റ്റ് ബേസ് ക്ലാസ് അതായിരിക്കും ഔട്ട്പുട്ട് ഫസ്റ്റ് വരിക, ഇൻസൈഡ് ഫസ്റ്റ് ബേസ് ക്ലാസ്. നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ബേസ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ഇൻസൈഡ് സെക്കൻഡ് ബേസ് ക്ലാസ്, അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്, ഇൻസൈഡ് സെക്കൻഡ് ബേസ് ക്ലാസ്. ഓക്കെ, ഇങ്ങനെയാണ് കൺസ്ട്രക്ടർ കോള് എങ്ങനെയാണ് ഓർഡർ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് topic is member class or nesting of a class. A nesting class is a class which is declared in another enclosing class. അതായത് ഒരു ക്ലാസിൻ്റെ അകത്ത് വരുന്ന ഒരു ക്ലാസ്സിനെയാണ് നെസ്റ്റിംഗ് ക്ലാസ് ഓർ നെസ്റ്റഡ് ക്ലാസ് ഓർ മെമ്പർ ക്ലാസ് എന്ന് പറയുന്നത്. A nested class is a member and has same access right as any other member. The member of the enclosing class has no special access to member of a nested class. അതായത് ഔട്ടർ ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പറിനെ ഇന്നർ ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത് പബ്ലിക് മെമ്പർ ഓഫ് ഔട്ടർ ക്ലാസ്സിൻ്റെ ഒരു പബ്ലിക് മെമ്പറാണ് ഇന്നർ ക്ലാസ്. സോ ഔട്ടർ ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പറൊക്കെ ആക്സസ് ചെയ്യുന്നത് പോസിബിൾ ആണ്. പക്ഷെ ഇൻ കേസ് ഓഫ് ഔട്ടർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇന്നർ ക്ലാസ്സിൽ പ്രൈവറ്റ് ഡാറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. However, the member function of the enclosing class have no special access to the member of a nested class. ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്ലാസ് എൻക്ലോസിങ്, ഇതാണ് ഔട്ടർ ക്ലാസ്. അതിൻ്റെ പ്രൈവറ്റ് മെമ്പറാണ് ഇൻറ്റ് എക്സ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു മെമ്പറാണ് ഇന്നർ ക്ലാസ്. ഇവിടെ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് നെസ്റ്റഡ് ആണ്. അതിൻ്റെ പ്രൈവറ്റ് ആണ് ഇൻറ്റു വൈ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു ഫംഗ്ഷൻ വോയിഡ്, ഒരു ഫംഗ്ഷൻ നെയിം, അതായത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇന്നർ ക്ലാസ്സിനെ ഔട്ടർ ക്ലാസ്സിനെ ആക്സസ് ചെയ്യണമെങ്കിലാണ്. ഫോർ ദാറ്റ് വി ആർ റൈറ്റിംഗ് എ പബ്ലിക് ഫംഗ്ഷൻ. ഇവിടെ വോയിഡ് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് നെസ്റ്റഡ് FUN എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് പാസ് ചെയ്യാന്ന് വെച്ചാൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുക. സോ വി ഹാവ് ടു പാസ് ദി അഡ്രസ് ഓർ പോയിന്റർ ഓഫ് ഒബ്ജക്റ്റ്. അതായത് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ് ഓർ പോയിന്റർ ആണ് ഇവിടെ കിട്ടുക, പാസ് ചെയ്ത് വരിക. ഓക്കെ, എങ്ങനെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ സി ഔട്ട്, എന്നിട്ട് ഒരു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് നെയിമാണ്, എന്നിട്ട് ഒരു ആരോ ഓപ്പറേറ്റർ, എന്നിട്ട് അതിനുശേഷം എക്സ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അതായത് നെസ്റ്റഡ് ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും പ്രൈവറ്റ് മെമ്പർ ഓഫ് എൻക്ലോസിങ് ക്ലാസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നെസ്റ്റഡ് ക്ലാസ്സിൻ്റെ ബ്രാക്കറ്റാണ് ക്ലോസ് ചെയ്യുക, കേളി ബ്രാക്കറ്റ്. അതിന് ശേഷമാണ് ഔട്ടർ ക്ലാസ്സിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, കേളി ബ്രേസ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഔട്ടർ ക്ലാസ്സിലെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇന്നർ ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നോക്കാം. അതായത് ഇവിടെ ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ഇത് ഔട്ടർ ക്ലാസ്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ അകത്ത് ഇന്നർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് അഡ്രസ് ഓർ പോയിന്റർ പാസ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഇതേപോലെ ആദ്യം പറഞ്ഞ പോലെ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്, ആരോ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് വൈ, അതായത് ഇന്നർ ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് മെമ്പറിനെ
പോസിബിൾ ആണോ നോക്കുകയാണെങ്കിൽ അങ്ങനെ പറ്റില്ല. അത് കമ്പൈലേഷൻ എറർ വരും. കാരണം y എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. സോ നെസ്റ്റഡ് അതായത് ഇന്നർ ക്ലാസിന്റെ പ്രൈവറ്റ് മെമ്പറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതായത് ഔട്ടർ ക്ലാസിന്റെ ക്ലാസ്സിലെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇന്നർ ക്ലാസിന്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നെസ്റ്റഡ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും പ്രൈവറ്റ് മെമ്പർ ഓഫ് ഔട്ടർ ക്ലാസ്. അതാണ് ഈ ഒരു ഫസ്റ്റ് കേസിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ.